പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹീതമായ ഒരു ജീവിതാനുഭവം, വ്യത്യസ്തമായ ദൈവീയ ഇടപെടലുകളെ കുറിച്ച് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഷാജി ഷംസുദ്ദീൻ. അദ്ദേഹത്തെ എനിക്ക് നിങ്ങളോടൊപ്പം പരിചയപ്പെടുത്തുന്നത് വളരെ സന്തോഷമുണ്ട്. സുവിശേഷകനായി കർത്താവിൻ്റെ വേലയിൽ അദ്ദേഹം മഹാരാഷ്ട്ര ബോയ്സറിലുള്ളതായ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. എൻ്റെ സ്നേഹിതൻ കൂടിയായ കർത്താവദാസൻ പാസ്റ്റർ ഷാജി അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളും. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ലോർഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സന്തോഷം, ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു. ഓക്കെ, എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് പറയാമോ? ഞാനിപ്പോൾ താരാപൂർ ബോയ്സർ AG സഭയിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് വൈഫുണ്ട്, 3 മക്കളുണ്ട്. മൂത്ത മോനെ കോളേജിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മോളുടെ വിവാഹം കഴിഞ്ഞ് നാട്ടിലാണ്. ഇളയ മോള് ഞങ്ങളോടൊപ്പം ഉണ്ട്, BA കഴിഞ്ഞിട്ട് ആയിരിക്കുന്നു. ഓക്കെ, ദേവദാസിനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആകട്ടെ, മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ദേവദാസിന്റെ ബാല്യകാല സ്മരണകൾ, മാതാപിതാക്കന്മാര്, സഹോദരങ്ങളെ കുറിച്ചുള്ളതായ കുട്ടിക്കാലത്ത് നല്ല 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 ഓർമ്മകൾ ഉണ്ടെങ്കിൽ, അതുപോലെ വിദ്യാഭ്യാസ കാലയളവിലെ നല്ല ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ചുരുക്കം വാചകങ്ങളൊന്ന് പറയാമോ? എൻ്റെ വീട്ടില് അപ്പൻ ഇപ്പൊ ഇല്ല, അപ്പൻ മരിച്ചുപോയി. ഞങ്ങൾ മക്കൾ 5 പേരാണ്. ഏറ്റവും മൂത്തത് ഞാനാണ്. 3 സഹോദരിമാർ, 1 അനിയൻ. അവരെല്ലാം വിവാഹിതരായി കുടുംബങ്ങളായിട്ട് കഴിയുന്നു. അമ്മയുണ്ട്. ബാല്യകാലത്ത് വിദ്യാഭ്യാസം കുറിച്ച് പറയുമ്പം വളരെ കുറവാണ്. ഞാൻ 4ാം ക്ലാസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതിനുള്ള സാഹചര്യം അന്നുണ്ടായിരുന്നുള്ളൂ. അത്രയാണ് ബാല്യകാലത്തെ അനുഭവം. ഓക്കെ ഓക്കെ ഓക്കെ. നേരത്തെ എവിടെയായിരുന്നു ബാല്യകാലത്തൊക്കെ? ഏത് സ്ഥലത്തായിരുന്നു? എവിടെയായിരുന്നു ബാല്യകാലത്ത്? കേരളത്തിൽ തന്നെയായിരുന്നു. കേരളത്തില് 4ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ ചെറിയ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. ജോലി ചെയ്തുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോയി. ആ സമയങ്ങളില് മദ്യപാനം, മറ്റ് ചില തെറ്റായ വഴികളിലൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെയാണ് അവിടെ നാട്ടിൽ നിന്ന് 1990 സൂററ്റിലേക്ക് വരുവാനിടയായി. ഓക്കെ ഓക്കെ. ആകട്ടെ, പാസ്റ്റർക്ക് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുടർമാനമായിട്ട് സംസാരിക്കാം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അരോമ TV മുഖാന്തരം പ്രകാരം ഒരു സാക്ഷ്യം പറയുവാൻ ഇങ്ങനൊരു സാവകാശം ഒരുക്കി തന്ന പ്രിയ കർത്താവിന്റെ ദാസൻ ദാനിയേൽ ജോൺ പാസ്റ്ററെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആയിരക്കണക്കിന് ജനങ്ങൾക്ക് പ്രയോജനകരമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ മുഖാന്തരം ദൈവദാസൻ ചെയ്യുന്ന ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. എന്നെയും ഇതിലേക്ക് ക്ഷണിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി. എൻ്റെ സാക്ഷ്യം ശ്രവിക്കുന്ന അരോമ TVയിലെ എല്ലാ പ്രേക്ഷകരെയും, വിദേശത്തും ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ പല ഭാഷക്കാരുടെ ഇടയിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് ഷാജഹാൻ ഷംസുദ്ദീൻ എന്നാണ്. എന്നാൽ ഇപ്പോൾ എൻ്റെ പേര് ഷാജി ഷംസുദ്ദീൻ എന്നാക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ആക്കേണ്ടി വന്നതാണ്. പേര് മാറ്റുന്നതിലല്ലല്ലോ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുടുംബം 3 മക്കളാണ്, ഭാര്യ, അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമുണ്ട്. ഞാൻ
1990 സൂററ്റില് വരുവാനിടയായി. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് 4ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ചെറിയ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. മുതിർന്നവരോടുകൂടെ പോയി ഫോറസ്റ്റിൽ, ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്ന അഞ്ചൽ, ചണ്ണപ്പട്ടയ്ക്കടുത്ത് കുറവന്തേരി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് എൻ്റെ സ്വദേശം. അതിനടുത്തെല്ലാം ഫോറസ്റ്റ് ആണ്, അഞ്ചൽ ഫോറസ്റ്റ്. അപ്പൊ അവിടെ അകത്ത് പോയി ഇങ്ങനെ കരി ഉണ്ടാക്കി അത് കൊണ്ടുവന്ന് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ജോലിയിലൊക്കെ ഏർപ്പെട്ടു. മുതിർന്നവരോടുകൂടെ പോവും. അന്ന് ഞാൻ 7.25 രൂപയുടെ ജോലി ചെയ്യും. അതുകൊണ്ട് അന്ന് ചെറുപ്പമാണ്. പിള്ളേരുടെ കൂടെ കൂടി സിനിമ കാണുക, മറ്റ് പല പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോകാനിടയായി. അതിന് മുമ്പെന്ന് പറയട്ടെ, എൻ്റെ ഫാദർ എനിക്ക് 10 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഞങ്ങളെ ഉപേക്ഷിച്ച് കടന്നുപോയി. പിന്നെ എൻ്റെ അമ്മയാണ് ഞങ്ങളെ ഈ 5 പേരെയും വളർത്തിയത്. അത് വളരെ പട്ടിണിയും ദുരിതവും, ആഹാരം ഒരു ദിവസം ഒരു നേരമൊക്കെ കഴിച്ചുകൊണ്ടാണ് അന്ന് ജീവിച്ചത്. അമ്മ വളരെ ശാന്തമായ ഒരു സ്വഭാവക്കാരിയായിരുന്നുകൊണ്ട് പുറത്തോട്ടൊന്നും പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെയായിരുന്നു. അമ്മ ഞങ്ങളെ വളരെ ബുദ്ധിമുട്ടി, വളരെ പ്രയാസപ്പെട്ടാണ് വളർത്തിയത്. ഞാൻ 4ാം ക്ലാസ് കഴിഞ്ഞു 13 വയസ്സൊക്കെ ആയപ്പോഴേ ഞാൻ ചെറിയ നിലയിൽ മദ്യം കഴിച്ചു തുടങ്ങി. അതുപോലെ മറ്റ് ബീഡി, സിഗരറ്റ് ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കഴിക്കുവാനൊക്കെ തുടങ്ങി. അങ്ങനെയാണ് വളർന്നു. 10-25 വയസ്സൊക്കെ ആയപ്പോൾ സൂറത്തിൽ വന്ന ഒരു ടയർ കടയിൽ ജോലിക്ക് കയറി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവിടെ കിട്ടുന്ന പൈസ മൊത്തം, ഒരു പൈസ പോലും, ഒരു സിംഗിൾ പൈസ പോലും എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ വീട്ടുകാർക്കോ അയച്ചു കൊടുക്കാതെ എല്ലാം കിട്ടുന്നതെല്ലാം അവിടെ തന്നെ സൂററ്റിൽ തന്നെ ചിലവഴിച്ച്, സൂററ്റിൽ എല്ലാത്തിനും ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. ആരെയും പേടിക്കണ്ടായിരുന്നു. മാതാപിതാക്കളില്ല, ആരും നമ്മളെ നിയന്ത്രിക്കാനില്ല. അങ്ങനെ വല്ലാത്തൊരു പാപത്തിന്റെ ഒരു ചെളിക്കുഴിയിലേക്ക് ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ഒരു സഹോദരൻ, റോയി മോസസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഞങ്ങൾ ഒരുമിച്ച് അതിനു മുമ്പ് പലയിടത്ത് ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ എന്നെ കാണുവാനിടയായി. ഞാനിങ്ങനെ വല്ലാത്തൊരു നിലയിൽ ഒരു ടയർ കടയിൽ നിന്ന് വേറൊരു ടയർ കടയിലേക്ക് ഇങ്ങനെ ജോലി അന്വേഷിച്ച് പോകുമ്പോൾ, അവിടെ നിന്ന് പിണങ്ങി പോകുമ്പോൾ വഴിക്ക് വെച്ച് അദ്ദേഹം എന്നെ കണ്ടു. അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹവും ഒരു സമയത്ത് മദ്യപാനിയായിരുന്നു. എന്നാൽ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് താനെ വിശ്വാസത്തിൽ വന്നു. താൻ എന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി താൻ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിലെ മുതലാളിയുടെ വേറൊരു കടയിൽ എന്നെ ജോലിക്ക് കൊണ്ടുവയ്ക്കുവാനിടയായി. സൂററ്റിൽ ഉത്രാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് എന്നെ അവിടെ കൊണ്ടുപോയി ജോലിക്കാക്കി. അപ്പൊ ഇദ്ദേഹം രക്ഷിക്കപ്പെട്ട കാര്യവും ഇദ്ദേഹം വിശ്വാസത്തിൽ വന്ന കാര്യം ഒന്നും എനിക്കറിയത്തില്ല. അദ്ദേഹം അതൊന്നും അന്നേരം പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് ഒത്തിരി മാറ്റങ്ങൾ കാണുവാനിടയായി. അങ്ങനെ അദ്ദേഹം അവനെ ജോലിക്ക് വെച്ചു. അതിനുശേഷം പുള്ളി എൻ്റെ അടുക്കൽ ഇങ്ങനെ എന്നെ കാണുവാനായിട്ടൊക്കെ വരുമ്പോഴൊക്കെ യേശുവിനെ കുറിച്ച് സുവിശേഷം പറയുകയും മദ്യപാനത്തെക്കുറിച്ചും ഈ പുകവലിയെക്കുറിച്ചും ഇതൊക്കെ തെറ്റാണ്, ഇത് പാവമാണ്, നമുക്കൊരു ആത്മാവുണ്ട്, അത് നരകത്തിൽ പോകരുത്, യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു, യേശു നമ്മളെ രക്ഷിക്കാൻ വന്നതാണ്, അതുകൊണ്ട് ഇതെല്ലാം ഉപേക്ഷിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. എന്നാലും എനിക്ക് എൻ്റെ ചെറുപ്പത്തില് എല്ലാ മതങ്ങളും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഞാൻ ശബരിമലയില് 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ വ്രതം അനുഷ്ഠിച്ച് വളരെ ഭയഭക്തിയോടെ
2 വർഷക്കാലം ശബരിമലയിൽ പോയിട്ടുണ്ട്, അതുപോലെ വേളാങ്കണ്ണിയിൽ പോയിട്ടുണ്ട്. നാട്ടിലെ പല അമ്പലങ്ങളിലും ഉത്സവങ്ങളിലും കുതിരകെട്ട്, കാളകെട്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് യേശുക്രിസ്തുവും ദൈവമാണ്, മറ്റെല്ലാവരും ദൈവമാണ്, എല്ലാ മതങ്ങളും വിശ്വസിക്കുന്ന ദൈവമാണെന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു, ആ ഒരു അറിവായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹം എനിക്ക് ഒരു ദിവസം വന്നപ്പോൾ, എന്നെ കാണാൻ വന്നപ്പോൾ ഒരു ട്രാക്റ്റ് എനിക്ക് തരുവാനിടയായി. അത് ഇങ്ങനെയാണ് എൻ്റെ ഹെഡിങ്ങിൽ എഴുതിയിരുന്നത്, എന്നെ ആർ മോചിപ്പിക്കും എന്നുള്ള ഒരു ഹെഡിങ്ങോടുകൂടി ഒരു മലയാളത്തിന്റെ ഒരു ട്രാക്റ്റ്. അതിനകത്തൊരു സുവിശേഷകൻ ബൈബിള് പിടിച്ചുകൊണ്ട് നിന്ന് പ്രസംഗിക്കുന്ന ഒരു രംഗവും ഒരു ഫോട്ടോ, ഒരു ചിത്രം, അതുപോലെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കൂടി ഒരു പാമ്പ് ചുറ്റി കിടക്കുന്ന ഒരു ചിത്രം, അതുപോലെ ഒരു കല്ലറ, ഇങ്ങനെ ഒരു കുരിശ്, ഇങ്ങനെ ഈ 2-3 ചിത്രങ്ങളുള്ള ഒരു ട്രാക്റ്റ് എനിക്ക് അദ്ദേഹം തരുവാനിടയായി. ഈ ട്രാക്റ്റ് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിലൊരു ഭയങ്കര ഒരു മരണഭീതി ഉണ്ടാകാൻ തുടങ്ങി. മരണഭീതി എന്ന് പറഞ്ഞാൽ ഞാൻ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു വല്ലാത്തൊരു ഭയം എന്നില് ഭരിക്കാൻ തുടങ്ങി ഈ ട്രാക്റ്റ് വായിച്ചപ്പോൾ. അതിനകത്ത് മനുഷ്യന്റെ പാപത്തിന്റെ പരിണിതഫലമായ മരണം, ദൈവത്തിന്റെ ന്യായവിധി, ഇങ്ങനെ ഇതൊക്കെ വായിച്ചപ്പോൾ ഭയങ്കരമായ ഒരു ഭീതി, ഒരു ഭയം ഉള്ളില് ഇങ്ങനെ അനുഭവപ്പെട്ടു. ശരിക്കും അന്നേരമാണ് എനിക്ക് മനസ്സിലായത്, ഇങ്ങനെ സ്വർഗവും നരകവും ഒരു ന്യായവിധിയും ഒക്കെ ഉണ്ടെന്നുള്ളൊരു ചിന്ത വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാനപ്പം അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം വലിയ ഒരു പാപിയാണ്, വലിയൊരു കൊടും പാപിയാണല്ലോ ഞാൻ എന്ന് ഇങ്ങനെ മനസ്സിലൊരു ചിന്ത വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തോട് പറയാതെ തന്നെ ഞാൻ രഹസ്യമായിട്ട് തന്നെ ഈ ചെറിയ നിലയിൽ ഈ മദ്യപാനം, അതുപോലെ ഈ പുകവലിയൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വരും, സുവിശേഷം വീണ്ടും പറയും. പിന്നെ ഒരു ദിവസം വന്നപ്പോൾ അദ്ദേഹം എനിക്കൊരു ബൈബിള് കൊണ്ട് തന്നു. ഞാൻ അത് വായിക്കാൻ തുടങ്ങി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വായിച്ചു എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാനങ്ങനെ കുറേശ്ശെ ഈ മദ്യപാനവും ഈ പുകവലിയും ഒക്കെ വന്ന് ഇങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം എനിക്ക് ഭയങ്കരമായ ഒരു പനി ഉണ്ടായി. പനി എന്ന് പറഞ്ഞാൽ അങ്ങ് വിറയ്ക്കും, ആരുമില്ല. ആ സ്ഥലത്ത് മലയാളികളെന്ന് പറയുന്ന വേറെ ആരുമില്ല, ഈ ടയർ കട മാത്രമേ ഉള്ളൂ. അവിടെ വരുന്ന എല്ലാവരും ഗുജറാത്തികളും മറ്റുള്ള ആൾക്കാരുമാണ്. എനിക്ക് ആരോടും ഒന്നും പറയാനും പറ്റുന്നില്ല. ഞാൻ രാത്രി ഒരു 7 മണിയായപ്പോൾ ഈ കടയെല്ലാം അങ്ങ് അടച്ചിട്ട് അങ്ങ് പൊതിച്ചു മൂടിക്കിടന്ന് അങ്ങ് ഉറങ്ങി. രാത്രി ഒരുപാട് ആൾക്കാർ വന്നു, അണ്ണ പഞ്ചർ കട തുറക്കണ്ട കാറ്റടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അവസാനം ആരോ വന്ന് ചവിട്ടി തുറന്ന്, ഒരു ലോക്കൽ ട്രക്കുകാരൻ വന്നിട്ട് ചവിട്ടി തുറന്ന് അവര് കയറി കാറ്റടിച്ചോണ്ട് പോകുന്നതൊക്കെ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. എനിക്ക് എണീക്കാൻ വയ്യ, അത്രയ്ക്ക് ഞാൻ കിടന്ന് വിറച്ച് അങ്ങനെ കിടക്കുക പൊതിച്ചും കൂടി. പിറ്റേന്ന് രാവിലെ ഞാൻ ഒരു വിധത്തിൽ എഴുന്നേറ്റ് ഒരു ട്രക്ക് കയറി ഈ റോയ് മോസസ് താമസിക്കുന്ന, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കടയിലേക്ക്, ഒളിപ്പാടിനടുത്തുള്ളൊരു സ്ഥലമാണ്, ആ സ്ഥലത്തേക്ക് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് എന്നെ കൂട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങി തന്നു. അവിടെ തന്നെ എന്നെ താമസിപ്പിച്ചു. അതിനുശേഷം അന്ന് ഒരു ഞായറാഴ്ച അദ്ദേഹം എന്നെ സൂററ്റിലെ മഹനേദാൻ ഫെലോഷിപ്പിലെ ജോൺ മാത്യു പാസ്റ്ററുടെ സഭയിൽ എന്നെ ഒരു ഞായറാഴ്ച അദ്ദേഹം ആരാധനയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ആരാധനയ്ക്ക് ആദ്യമായിട്ടൊരു ആരാധനയ്ക്ക് അല്ലെങ്കിൽ പെന്തക്കോസ് സമൂഹത്തിലേക്ക് പോകുന്ന ആദ്യമായിട്ടൊരു അനുഭവം. ഞങ്ങളുടെ നാട്ടില് പെന്തക്കോസുകാരുണ്ട്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ പെന്തക്കോസുകാരെ അല്പം പോലും ഇഷ്ടമല്ല. കാരണം ഈ ഞങ്ങളുടെ നാട്ടില് കുറേ ഈ എന്താ പറയുന്ന ഈ വെള്ളസാരിയൊക്കെ ഉടുത്ത്
കുറച്ച് താഴ്ന്ന വിഭാഗത്തിലുള്ള ആൾക്കാർ വിശ്വാസത്തിൽ വന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെയൊക്കെ നമുക്കറിയാം, ഇവര് സ്വർണം ഉപയോഗിക്കത്തില്ല, കളറ് വസ്ത്രം ധരിക്കത്തില്ല. അപ്പം ഇവരെയൊക്കെ ഒരു വല്ലാത്തൊരു നികൃഷ്ട കൂട്ടരാണെന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം അവരോട് നമുക്ക് താല്പര്യമില്ല, അവരെ കാണുന്നത് തന്നെ ഒരു വെറുപ്പ് പോലെ ഉള്ളൊരു അവസ്ഥയാണ്. ഇങ്ങനെ ഈ ആരാധനയ്ക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അതിന് മുമ്പൊരു സംഭവം ഉണ്ടായത്, ഞാൻ ഇച്ചാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ടയർ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ വാപ്പിയിൽ ഇപ്പോൾ വത്സാടി താമസിക്കുന്ന സജി മാത്യു പാസ്റ്റർ, അദ്ദേഹം അവിടെ ഒരു പാസ്റ്ററായിട്ട് 92 അവിടെ വരുവാനിടയായി. അദ്ദേഹവും അവിടെ ഈ കടയിൽ വന്ന് സുവിശേഷമൊക്കെ പറയും. അദ്ദേഹത്തെ കാണുമ്പോഴേ, ദൂരെ നിന്ന് കാണുമ്പോഴേ ഞാൻ തെറി പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ തെറി പറഞ്ഞിട്ടുണ്ട്. ഒരു സൈക്കിളുമായിട്ട് വരും കാറ്റടിക്കാൻ വേണ്ടി. അപ്പം ദൂരെ നിന്ന് വരുമ്പോഴേ പറയും, വരുന്നുണ്ട്, കള്ളൻ വരുന്നുണ്ട്, കള്ളൻ വരുന്നുണ്ട്. അപ്പൊ അന്നത്തെ നമ്മുടെ ഒരു ചിന്തയാ, ഇങ്ങനെ ഇവരെല്ലാം കള്ളന്മാരാണ്, ഇവരെ അടുപ്പിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളൊരു ചിന്തയാണ്. ഞാൻ ഇന്ന് ജോലി ചെയ്യുന്ന കടയിലെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ഒരു മർത്തമക്കാരനാണ്, ചാത്തന്നൂർക്കാരനൊരു റെജി എന്ന് പറയുന്ന ആളാ. അദ്ദേഹം ഇപ്പോഴും സൂറത്തിലുണ്ട്. അപ്പൊ ഇങ്ങനെ ഒക്കെ ആയിരുന്നു പെന്തക്കോസുകാരെ കുറിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ ഇദ്ദേഹം എന്നെ ഈ സൂറത്തിലെ സഭയെ കൊണ്ടുപോയി ആരാധനയിൽ സംബന്ധിച്ചു. അവിടെ ചെന്ന് ഈ ആരാധനയെ സംബന്ധിച്ച് ഈ പാട്ടുകളൊക്കെ കേട്ടു. എനിക്ക് പണ്ടേ ഈ പാട്ടുകൾ ഭയങ്കര ഇഷ്ടം. പാട്ടുകളൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ആനന്ദവും സന്തോഷവും, എന്തോ ഒരു വല്ലാത്തൊരു സമാധാനം ഉള്ളിലേക്ക് വന്നതുപോലൊക്കെ തോന്നി ഈ പാട്ടൊക്കെ പാടുന്നത് കേട്ടപ്പോൾ. കാരണം നമ്മൾ ഒറ്റപ്പെട്ട് വല്ലാത്തൊരു നിരാശയിലും രോഗവും, ആരുമില്ല, ബന്ധുക്കളില്ല, സ്വന്തക്കാരില്ല, പിന്നെ ഉണ്ടെന്ന് പറയുന്ന ഈ സഹോദരൻ മാത്രമുണ്ട് നമുക്കൊരു ആശ്രയമായിട്ട്, മറ്റാരും ഇല്ലാതൊക്കെ ഇരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഈ ആരാധനയെ സംബന്ധിച്ചപ്പോൾ നല്ല പാട്ടുകളൊക്കെ കേട്ടപ്പം നമുക്കൊരു വലിയ ആനന്ദം, ഒരു സമാധാനം, സ്വസ്ഥത കിട്ടിയതുപോലെ ഒരു അനുഭവം അവിടെ ഉണ്ടായി. പിന്നെ അന്ന് അവിടെ എബി മാമൻ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ, അദ്ദേഹം അവിടെ ശുശ്രൂഷയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തിരുവചനമൊക്കെ ശുശ്രൂഷിച്ചു. അതൊക്കെ കേട്ടപ്പോൾ ഒരു വലിയ ആശ്വാസം ഒക്കെ കിട്ടി, ഒരു ധൈര്യം കിട്ടുവാനിടയായി. വചനങ്ങളെ കേട്ടപ്പോൾ ഭയങ്കര ധൈര്യം കിട്ടി, ഒരു ആത്മധൈര്യം കിട്ടി. ആരോ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടെന്ന്, നമ്മളെ ഏകനല്ല, നമ്മൾ ഒറ്റപ്പെട്ടിട്ടില്ല, നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ചിന്തയൊക്കെ നമ്മളെ അങ്ങോട്ട് ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ ആരാധനയെ സംബന്ധിച്ച് അവിടെ ഉള്ള ആൾക്കാരും ഭയങ്കര സ്നേഹം, ദൈവസ്നേഹം, ആൾക്കാരെല്ലാവരും വന്ന് കൈതരുന്നു, സ്തോത്രം പറയുന്നു, വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നു. നമ്മുടെ സഹോദരങ്ങൾ പോലും, കുടുംബക്കാർ പോലും സഹകരിക്കാത്ത നിലയിലുള്ള വലിയ ഒരു സഹകരണം സഭയിൽ കാണുവാനൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിരന്തരമായിട്ട് എല്ലാ ഞായറാഴ്ചയും അവിടെ യോഗത്തിന് പോകാനായിട്ട് തുടങ്ങി. ഞാൻ ഈ റോയ് മോസസിനോട് ഈ മദ്യം ഉപേക്ഷിച്ച കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ ആരാധനയ്ക്ക് കൂടാൻ തുടങ്ങിയപ്പം പറഞ്ഞു, ഞാൻ ഇതൊക്കെ വിട്ടുകളഞ്ഞു, ഇനിയിപ്പോ യേശുവിന് വേണ്ടി ജീവിക്കാം, ഞാനും സഭയിൽ വരുന്നു, ഞാനും അതിനുവേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അത് ഒരു ആത്മാവിനെ നേടിയതിന്റെ ഒരു ഭയങ്കര സംതൃപ്തിയായിരുന്നു ആ ദേവദാസന്. അദ്ദേഹം ഒരു സുശേഷകനാണ്, ഈ റോയ് മോസസ് എന്ന് പറഞ്ഞ ആള്. ഛത്തീസ്ഗഡില് അദ്ദേഹം മാനേതാൻ ബലോഷപ്പിന്റെ ഒരു ശുശ്രൂഷകനായിട്ട് അവിടെ വേല ചെയ്യുന്നു. ഇപ്പൊ കുറെ കാലമായിട്ട് ഞങ്ങള് വലിയ ബന്ധമില്ല. അപ്പം അദ്ദേഹത്തിന് ഭയങ്കര ആത്മസന്തോഷം, നമ്മളൊരു ആത്മാവിനെ നേടിയെന്നുള്ള ഒരു ആത്മസംതൃപ്തിയൊക്കെ അദ്ദേഹത്തിനും ഉണ്ടായി. അങ്ങനെ അവിടെ കൂടി നടന്നു, നല്ല വചനങ്ങളൊക്കെ നിരന്തരമായിട്ട് കേട്ടു. അങ്ങനെ ഞാൻ അവിടെ സഭയിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, എനിക്കും യേശുവിന് വേണ്ടി ജീവിക്കണം, ഞാൻ യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാം സഭയായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടുത്തെ ദേവദാസനും കുടുംബവും സ്വന്തം സഹോദരനെ പോലെ, അതുപോലെ അവിടെയുള്ള എല്ലാ ദൈവമക്കളും ഇപ്പോഴും സഭ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാണ് അവിടെ ഉള്ളവരെല്ലാവരും. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
അങ്ങനെ ഞാനിങ്ങനെ ഈ വചനങ്ങളൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഒരു ആവേശം. അപ്പൊ ഞാനും ഈ റോയ് മോസ് കൂടെ ഇങ്ങനെ സംസാരിച്ചപ്പം പറഞ്ഞു, നമുക്കും സുവിശേഷ വേല ചെയ്യണം. കാരണം നമ്മളൊരു പാവിയായിരുന്നു, നമ്മളെ ദൈവം രക്ഷിച്ചു. ഈ സന്ദേശം നമുക്കും നമ്മളെ കൊണ്ട് കഴിയുന്നതനുസരിച്ച് എല്ലാവരോടും പറയണം എന്നിങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ തീരുമാനിച്ചു. അദ്ദേഹം അങ്ങനെ ഞങ്ങൾ കുറേ ഈ ജോൺ മാത്യു പാഷ അവിടുന്ന് ട്രാക്റ്റൊക്കെ എടുത്ത് ഈ സൂററ്റിൽ നിന്ന് ഞങ്ങൾ പോകും, ഒളിപ്പാട് വഴി കിമ്മ്, തടിക്കേശ്വർ ഈ ഭാഗങ്ങളിലൊക്കെ പോയി അവിടെ എല്ലാം ട്രാക്റ്റുകളൊക്കെ കൊടുത്ത് ഇങ്ങനെ വൈകുന്നേരം ആകുമ്പം തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്നാനപ്പെട്ടു. 92 തന്നെ സ്നാനപ്പെട്ടതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ ഭയങ്കര ആവേശമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, സുവിശേഷ വേല ചെയ്യണം. ഇങ്ങനെ ഒരു പ്രേരണ, ഒരു വല്ലാത്തൊരു പ്രേരണ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായി. അപ്പൊ ഞാനിങ്ങനെ റോയ് മോസസിനോട് പറഞ്ഞു. അപ്പം പറഞ്ഞു, സുവിശേഷ വേല ചെയ്യാൻ ദൈവവിളി വേണം. ദൈവവിളി ഇല്ലാതെ സുവിശേഷ വേലയ്ക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, നമുക്കും ദൈവവിളി ഉണ്ടല്ലേ, പിന്നെ ഇങ്ങനെ ഒരു പ്രേരണ നമുക്കുണ്ടാവും. നമുക്കിങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ നമ്മളെ എന്തുവാ ആരോ പറയുന്ന പോലെ, സുവിശേഷ വേല ചെയ്യാൻ പറയുന്ന പോലെ ഒരു പ്രേരണയൊക്കെ ഉണ്ടാവും. അപ്പൊ അതായിരിക്കും ഒരു പക്ഷെ ദൈവവിളി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ജോൺ മാത്യു പാഷോട് പറയാം, നമ്മുടെ സഭാ ശുശ്രൂഷനോട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ബുദ്ധിമുട്ടാണ്, 4ാം ക്ലാസ് പഠിച്ചവർക്ക് അഴീക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു നിരാശ പോലൊക്കെ തോന്നി. എങ്കിലും അദ്ദേഹം പറഞ്ഞു, എന്തായാലും പോയിരുന്നു ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഉപവസിച്ച് പ്രാർത്ഥിക്കുക, ദൈവവിളി വേണം, ഇതിനൊക്കെ ദൈവവിളി ഇല്ലാതെ പറ്റത്തില്ല. ഞാന് ജീവിതത്തിൽ ഉപവസിച്ചിട്ടില്ല. ഞങ്ങളുടെ മതം അനുസരിച്ച് നോയമ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും നോയമ്പൊന്നും എടുത്തിട്ടില്ല. വീട്ടുകാരൊക്കെ നോയമ്പെടുക്കാറുണ്ട്, പക്ഷെ ഞാനങ്ങനെ നോയമ്പെടുത്തിട്ടില്ല, ഭക്ഷണം കഴിക്കാതിരുന്നിട്ടില്ല. ഉപവസിക്കാൻ നമുക്ക് അറിയത്തില്ല. എങ്കിലും ആവുന്നതനുസരിച്ചൊക്കെ എനിക്ക് തോന്നുന്ന 2-3 ദിവസമൊക്കെ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഒന്നും നമുക്ക് വലിയ ദൈവവിളിയൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, പക്ഷെ നമ്മുടെ ഉള്ളിലൊരു പ്രേരണയുണ്ട്. അങ്ങനെ ഒരു ദൈവം സംസാരിക്കുന്ന ഒരു ശബ്ദമൊന്നും കേട്ടില്ലെങ്കിലും ഒരു വലിയ പ്രേരണ, ഒരു ആവേശം നമ്മുടെ ഉള്ളിലുണ്ടായി. ഞാൻ പറഞ്ഞു, ഭാഷ എനിക്ക് ദൈവവിളിയൊന്നും അങ്ങൊന്നും വന്നിട്ടില്ല, കേട്ടില്ല ഞാന്, പക്ഷെ എനിക്ക് ദൈവവേല ചെയ്യണമെന്നുണ്ട്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, പോയി ഉപസിക്ക്, പ്രാർത്ഥിക്ക് എന്നൊക്കെ പറഞ്ഞു. പിന്നും പോയി പ്രാർത്ഥിച്ചു, ഉപസിച്ചു. അപ്പം അദ്ദേഹം അന്വേഷിക്കുന്നുണ്ടായിരുന്നു പലയിടത്തും അഡ്മിഷൻ എവിടെയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ, പക്ഷെ ഇന്ന് കേരളത്തിലൊന്നും കിട്ടത്തില്ല. അങ്ങനെ മകനേതാൻ ഫെലോഷിപ്പിന്റെ ബോംബെയില്, അന്ന് ഡോംബോയിലൊരു ട്രെയിനിങ് സ്കൂൾ പോലെ 2 വർഷത്തെ, ആദ്യം 1 വർഷം ഉള്ളായിരുന്നു, അതുകൊണ്ട് 2 വർഷം. ഞാൻ ചെന്ന സമയം മുതൽ 2 വർഷം. അങ്ങനെ അവര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, ഞാൻ PT വർഗീസ് ഭാഷയോട് സംസാരിക്കട്ടെന്ന് പറഞ്ഞ് സംസാരിച്ചു. അവിടെ ദൈവത്തിന്റെ കരുണ അവര് മലയാളം തന്നെ ശരിക്കും എഴുതാനും വായിക്കാനും അറിയാത്ത എനിക്ക് അവിടെ അവര് അഡ്മിഷൻ തന്നു, അവിടെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് സൂററ്റിൽ നിന്ന് പോകുമ്പോൾ ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ 1 ജോഡി ഡ്രസ് ഉണ്ട്, ഇട്ടേക്കുന്ന 1 ജോഡി ഡ്രസ്, ഇതും കൊണ്ടാണ് ഞാൻ സൂററ്റിൽ നിന്ന് ബോംബെയില് ഗാഡ് കൂപ്പറിൽ വന്നു. ഗാഡ് കൂപ്പർ PS കറിയ പാസ്റ്ററുടെ അവിടെ വന്നു. അദ്ദേഹം എന്നെ അവിടെ ഡോംബോയിൽ കൊണ്ടുപോയി. അവിടെ ഒരു കട റൂമിലാണ് അന്ന് സ്കൂൾ നടക്കുന്നത്. ഒരു 10-15 പേരോ 15 പേരിനുള്ളിലേ ഉള്ളെന്ന്. അങ്ങനെ അവിടെ 2 വർഷം ദൈവത്തിന്റെ കൃപയാല് വചനം പഠിക്കാനായിട്ട് ദൈവം സഹായിച്ചു. അവിടെ പഠിച്ചവരുടെ കൂട്ടത്തിൽ A+ വാങ്ങി ഞാൻ പാസ്സായി. എന്നേക്കാൾ നല്ല വിദ്യാഭ്യാസവും എന്നേക്കാൾ നല്ല കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ള പലര് അവിടെ അന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ സന്തോഷ് പാഷയെ, ഇവിടെ ജോബി പാഷയെ, അതുപോലെ വേറൊരു ബിനു പാഷ, അങ്ങനെ പലരും. പക്ഷെ എനിക്ക് A+ഓടുകൂടി അവിടെ
പാസ്സായി ഞാൻ. എനിക്കും നല്ല ഒരു കൃപ ദൈവം തന്നു അതിന്. പ്രത്യേകിച്ച് ഹിന്ദി ഭാഷ എനിക്ക് കണ്ടാൽ പോലും അറിയത്തില്ല, അങ്ങനെ ഒരു അനുഭവമായിരുന്നു. ഞാൻ ഹിന്ദി വായിക്കാനൊക്കെ അവിടെ പഠിച്ചു. ഇപ്പൊ ഹിന്ദി വായിക്കും, കുറെ അത്ര വലിയതല്ലെങ്കിലും വായിക്കും, ഹിന്ദി പാട്ടുകൾ പാടും. അങ്ങനെ അവിടുന്ന് പഠിച്ചു. ആദ്യം അവിടെ നിന്ന് സുവിശേഷ വേലയ്ക്കായിട്ട് ആദ്യം എന്നെ അയക്കുന്നത് ഒരു മിഷണറി ആയിട്ട്. ഇന്നത്തെ കാലത്ത് ഓരോ സംഘടനകള് ഇന്നത്തെ പോലെ അല്ല, റെഡിമെയ്ഡ് സഭയൊന്നുമില്ല. കഞ്ഞി വെക്കാനുള്ള പാത്രം, ഒരു ഇരുമ്പ് കട്ടില്, ഒരു പായ, പിന്നെ ഒരു സ്റ്റൗവ്, ഇങ്ങനെ ചില സാധനങ്ങളൊക്കെ വാങ്ങി അവർ തന്നു. അതുകൊണ്ട് ഷഹാഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യം വേലയ്ക്കായിട്ട് അവിടെ പോകുന്നു. അവിടെ വേലയ്ക്ക് പോയി 93-ലാണ് 92, 93 പഠിത്തം കഴിഞ്ഞു. അല്ല, 94-ലാണ്. 94 അവിടെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണ ആലോചന വന്നു. 95 മാനേതാൻ ഫെലോഷിപ്പുകാർ തന്നെ, പാസ്റ്റേഴ്സ് തന്നെ ഒരു പെൺകുട്ടി ആലോചിച്ചു. അവർ തന്നെ വിവാഹം ബോംബെയിൽ വെച്ച് നടത്തി തന്നു. ഭാര്യയുടെ സ്ഥലം തിരുവല്ലയിലാണ് അവരിപ്പോൾ താമസിക്കുന്നത്. അവിടെ നിന്ന് പ്രവർത്തനം തുടങ്ങി. അത് കഴിഞ്ഞ് ഉല്ലാസനിലേക്ക് അവിടുന്ന് ഞങ്ങൾ മാറി. ഒത്തിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ സഹിക്കേണ്ടി വന്നു. ഭാര്യ കല്യാണം കഴിഞ്ഞ് വന്നു ഉടനെ അന്ന് ഒരു ഷീറ്റിട്ട ഒരു റൂം മാത്രം, ഒറ്റ സിംഗിൾ റൂം മാത്രമേ ഉള്ളൂ. ബെഡ്റൂമോ അല്ലെങ്കിൽ ബാത്റൂമോ ഒന്നുമില്ല. അന്ന് പോകേണ്ടത് മുനിസിപ്പാലിറ്റിയുടെ കക്കൂസിലാണ് അന്ന് പോകുന്നത്. വിവാഹം കഴിഞ്ഞ് ചെന്ന് ഈ ഷീറ്റിട്ട ഒറ്റ റൂമിൽ താമസിക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വൈഫിന് ടൈഫോയിഡ്, ചിക്കൻ ബോക്സും ഒന്നിച്ച് വന്നു. വിശ്വാസികളില്ല, ഒരു പുതിയ സ്ഥലത്ത്, നമുക്കാരും പരിചയക്കാരവിടെ ഇല്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒത്തിരി കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവിച്ചു. ബാത്റൂമിൽ പോകണമെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ബാത്റൂമിൽ പോകണം. അന്ന് ഇഷ്ടംപോലെ ഈ UP-ക്കാര്, ഒറീസക്കാർ, ബീഹാറികളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ഷഹാഡില്, ചോപ്പടക്കോട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ആ സ്ഥലത്ത് മൊത്തം ഈ ചാൽ ടൈപ്പാണ്. അവിടെ എല്ലാ ആൾക്കാരും ഈ മുനിസിപ്പാലിറ്റിയുടെ നമ്മളും ചെന്ന് ക്യൂ നിൽക്കണം, സ്ത്രീകളും പുരുഷന്മാരും എല്ലാം. അങ്ങനെ ഒരു അവസ്ഥയിൽ അവിടെ ഒത്തിരി കഷ്ടപ്പെട്ടു. എങ്കിലും ദൈവം സഹായിച്ചു, ദൈവം ബലപ്പെടുത്തി. ഇങ്ങനെ ഞാൻ ഒരു ദിവസം വല്ലാതെ നിരാശപ്പെട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒരു സന്ധ്യ ആയപ്പോൾ ഒരു സഹോദരൻ വിത്തൽവാടിയിൽ നിന്ന് ഒരു സഹോദരനും ഒരു അമ്മാമയും കൂടെ അവിടെ വരുവാനിടയായി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വന്നത് പാർഷയെ കുറിച്ച് എനിക്കൊരു ദർശനം കിട്ടി. അദ്ദേഹത്തിന്റെ പേര് ജോയി എന്ന തൃശ്ശൂക്കാരൻ, വിശ്വാസിയാണ്. ഒരു ദർശനം കിട്ടി, പാർഷ കുരിശിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കരയുന്നതായിട്ട് എനിക്ക് ഇങ്ങനെ വെളിപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഈ അമ്മാമയെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവര് വന്നാണ് അന്ന് വൈഫിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി. അങ്ങനെ ആ സ്ഥലത്ത് കുറച്ച് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ സഹിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഉല്ലാസങ്ങളിലേക്ക് മാറി സുഭാഷ് തേക്കടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാനേതാന്റെ ഒരു പ്രവർത്തനം അവിടെ തുടങ്ങി. ആ സഭയാണ് ഇന്ന് അവിടെ ഇന്ന് വൈഫ് സ്കൂളും കാര്യങ്ങളൊക്കെ ആയി. അത് കഴിഞ്ഞ് എന്നെ ഒരു സൂറത്തിൽ ബസ്താൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടെ നിന്ന് വേലയ്ക്കായിട്ട് പോയി. ബസ്താനില് കുറെ നാളും ഞങ്ങൾ അവിടെ താമസിച്ചു, പ്രവർത്തിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങള് സിൽവാസയിലേക്ക് മാറി. സിൽവാസയിൽ 10 വർഷം അവിടെ വേല ചെയ്യുവാനിടയായി. അവിടെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി. ഞങ്ങളുടെ മൂത്ത മോന് 5 വയസ്സുള്ളപ്പോൾ അവിടെയും സിൽവാസയിലും വലുതായിട്ട് വിശ്വാസികളൊന്നും ഇല്ലായിരുന്നു, കുറച്ച് പേരുണ്ട്.
മലയാളിയും തമിഴിലുമായിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ താമസിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ മൂത്ത മോനൊരു അസുഖം പെട്ടെന്ന് ഉണ്ടായി. അവനൊരു വയറുവേദനയായിട്ട് ഏറെ സമയങ്ങൾ അവൻ പറയുന്നുണ്ടായിരുന്നു വയറുവേദനയാണ്. പക്ഷെ നമ്മളത് കാര്യമാക്കില്ല. ഗ്യാസ് കയറിയതായിരിക്കും എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് അല്പാശ്വാസം കിട്ടും. പിന്നും പ്രാർത്ഥിച്ച് ഇങ്ങനെ പോയി. ഒരു ദിവസം അവനെ വൈകുന്നേരമായിരുന്നു അവന് ക്ലാസ്. സ്കൂളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് വയറ് കുത്തിപ്പിടിച്ച് ഇങ്ങനെ വരുക. ശനിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച ശനിയാഴ്ചയാണ്. പിന്നെ വന്നു. അന്നും നമുക്ക് ആശുപത്രി കൊണ്ടുപോകാനുള്ള സാമ്പത്തികം ശരിക്കും പറഞ്ഞാൽ ഇല്ല. അതുകൊണ്ട് ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകാതെ പ്രാർത്ഥിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോയി. ഞായറാഴ്ചയായി. അവന് 2 ദിവസമായിട്ട് വെള്ളം പോലും കുടിക്കുന്നില്ല. എന്തെങ്കിലും ചെന്ന് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് പിടയ്ക്കാൻ തുടങ്ങും, വയറ് വേദനിച്ചിട്ട്. അപ്പം ഞായറാഴ്ച രാവിലെ യോഗം കഴിഞ്ഞ് അപ്പൊ അവന് വല്ലാത്ത അവശതയായി. ഞാൻ അവിടുന്ന് ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു, അതിനകത്ത് വെച്ച് വാപ്പിയിലേക്ക് ഒരു ഹോസ്പിറ്റലിൽ, നമ്മുടെ മർത്തോമക്കാരുടെ ഒരു ഹോസ്പിറ്റൽ അന്ന് വാപ്പി ദമൻ റോഡിലുണ്ട്, അവിടെ ചർച്ചിനടുത്ത്. അവിടെ അന്ന് മലയാളി ഡോക്ടറാണ്. അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു അവൻ വയറിനകത്ത് ഇൻഫെക്ഷനാണ്, അവനെ അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവര് അഡ്മിറ്റ് ചെയ്ത് പുറത്തുനിന്ന് ഡോക്ടേഴ്സിനെ ഒക്കെ വിളിച്ചു വരുത്തി. അവർ കാണിച്ചു, അവര് പരിശോധിച്ചു. അവര് പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ, ഒത്തിരി ഇൻഫെക്ഷനായി കൂടിപ്പോയത്. ഒരു പച്ച കളറിലൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പോകാനൊക്കെ തുടങ്ങി. വല്ലാത്തൊരവസ്ഥയായി. ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു. ഇവര് കുറയും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ മരുന്നൊക്കെ കൊടുത്തുകൊണ്ട് ട്രിപ്പ് ഇടുന്നുണ്ട്. പക്ഷെ മൂത്രം പോകുന്നില്ല. വയറ് വീർക്കാൻ തുടങ്ങി. 5 വയസ്സുള്ള കുഞ്ഞിന്റെ വയറ് വീർക്കാൻ തുടങ്ങി. മൂത്രം പോകുന്നതുമില്ല. എന്നാ അവര് ട്യൂബ് ഇടുന്നോ അതുമില്ല. അവനെ വാപ്പി ഫെലോഷിപ്പിലെ അന്ന് സജീവ് പാഷ അന്ന് അവിടെ ഇല്ല. സജീവ് പാഷ അന്ന് ഗൾഫിൽ പോയിക്കുക. ഫെലോഷിപ്പിലെ വിശ്വാസികള് വന്നു. അവര് ഡോക്ടറോട് സംസാരിച്ചു. ഇത്തിരി ചൂടായി സംസാരിക്കേണ്ടി വന്നു. സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് പെട്ടെന്ന് നിങ്ങൾ സൂറത്തിലോ ബോംബെയിലേക്കോ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം നോക്കുമ്പം സംഗതി ആകെ വഷളായി. സൂറത്തിലും എത്തത്തില്ല, കൊണ്ടുപോയി കഴിഞ്ഞാൽ വഴിയിൽ എന്തും സംഭവിക്കാം. ബോംബെയിലും എത്തത്തില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ ആയപ്പോ അവിടെ തന്നെ അരിയ ഹോസ്പിറ്റലില് അവിടെ അരിയ ഹോസ്പിറ്റൽ അല്ല, നമ്മുടെ ലോട്ടറി ക്ലബിന്റെ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ. അന്ന് മെയിൻ ഹോസ്പിറ്റലിൽ അവിടുത്തെ വാപ്പിയില്ലേ, അവിടേക്ക് കൊണ്ടുപോയി. പേര് ഞാന് ഓർക്കുന്നില്ല. അവിടെ കൊണ്ടു ചെന്നപ്പോഴേ അവര് നമ്മളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. കുഞ്ഞിന്റെ വയറ് വീർത്തു, മൂത്രം പോകുന്നില്ല, പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് അവര് ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്തെങ്കിലും അവരുടെ മെയിൻ ഡോക്ടർ വന്നിട്ട് കണ്ടിട്ട് പറഞ്ഞു പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് അഡ്മിറ്റ് ആക്കി. അന്ന് രാത്രി തന്നെ, വൈകുന്നേരത്താ കൊണ്ട് ചെല്ലുന്നത്, രാത്രി തന്നെ ഓപ്പറേഷൻ ചെയ്തു. ചെയ്തിട്ട് അവര് പറഞ്ഞു, അസിസ്റ്റന്റ് സർജൻ വന്ന് എന്നോട് പറഞ്ഞു ഞങ്ങള് ചെയ്തെന്നേ ഉള്ളൂ, ഒരു ഗ്യാരണ്ടിയും ഇല്ല. നിങ്ങൾ ക്രിസ്ത്യൻസ് ആണല്ലോ, നിങ്ങൾ ഫാദേഴ്സ് ആണല്ലോ, നിങ്ങൾ പ്രാർത്ഥിച്ചോളാമോ, ഞങ്ങള് അറിയാവുന്നത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവും ഗ്യാരണ്ടിയോ ഒന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു കണ്ടീഷനാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. പിറ്റേ ദിവസം രാവിലെ അവന് ബോധം തെളിഞ്ഞിട്ടില്ല. എനിക്ക് മരുന്ന് വാങ്ങാനായിട്ട് ഒരു തുണ്ട് തന്നു. ഞാനത് വാങ്ങി പുറത്തു പോയി വാങ്ങിക്കൊണ്ടുവരുമ്പോൾ അവിടെ നിലവിളിയാണ് കേൾക്കുന്നത്. വൈഫ് നിലവിളിക്കുക. അവിടെ അടുത്തിരിക്കുകയായിരുന്നു. നോക്കുമ്പോൾ അവന്റെ വയറ് പൊങ്ങയും താഴെയും ചെയ്യുന്നില്ല. ഇങ്ങനെ പുതപ്പ് മാറ്റി നോക്കിയപ്പം ശ്വാസം നിന്ന് കിടക്കുക. ഇവന്റെ മുഖത്തെല്ലാം നീല കളറായി. വൈഫ് കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. ഡോക്ടർമാർ വരുന്നു, കയറുന്നു, നോക്കുന്നു. നേഴ്സുമാരോട്, മലയാളി നേഴ്സുമാർ ഒരുപാട് പേരുണ്ട് അവിടെ. അവരെല്ലാവരും
ഓടി വന്ന് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എല്ലാവരും പോയിട്ട് അകത്തുനിന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടെ മുഖം വല്ലാത്ത ഒരു ദുഃഖത്തോടെ അവർ ഇറങ്ങി വരും. അപ്പം മനസ്സിലായി സംഗതി ഞങ്ങളുടെ മോനെ പോയി എന്ന് ഞങ്ങൾ മനസ്സിലായി. നൂറുകണക്കിന് വിശ്വാസികള് ദൈവദാസന്മാരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എല്ലാ സഭകളിലും വിളിച്ചു പറഞ്ഞായിരുന്നു. ദൈവദാസന്മാരും ദൈവമക്കൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പറയട്ടെ, ദൈവത്തിന്റെ അത്ഭുതം എന്ന് പറയുന്നത് അരമണിക്കൂർ നേരം അവന് ശ്വാസമില്ലാതെ കിടന്നു. അവൻ ശരിക്കും പറഞ്ഞാൽ മരിച്ചുപോയി. അവന്റെ ആത്മാവ് പോയി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവനെ പയ്യെ ശ്വാസം എടുക്കാൻ തുടങ്ങി. ദൈവം പ്രാർത്ഥന കേട്ടു. ഭയങ്കര അത്ഭുതം അവിടെ ചെയ്യുവാനിടയായി. ഞങ്ങളുടെ മോനെ ബോധമൊക്കെ തെളിഞ്ഞു. അത് കഴിഞ്ഞ് അവനെ ICUലാക്കി. അത് കഴിഞ്ഞ് അവന് ബോധം തെളിഞ്ഞു. പിന്നെ വാർഡിൽ കൊണ്ടുവന്നപ്പോൾ അവനെ പറഞ്ഞു, ഞാൻ യേശുപ്പച്ചനെ കണ്ടു, എന്നിട്ട് എനിക്കൊരു പൂ തന്നു, എന്നിട്ട് പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു, നിന്റെ അപ്പനും അമ്മയും ഒക്കെ അവിടെ കരയുന്നു, അതുകൊണ്ട് നീ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്കൊരു സംശയം, അവനും കണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. ഇവന് ഞാൻ ചോദിച്ചു, യേശുപ്പച്ചൻ എങ്ങനെയായിരിക്കുന്നത്? അപ്പോ വെളുത്തിരിക്കുക, നല്ല കോട്ടിട്ടിരിക്കുക, വെള്ള കോട്ടിട്ടിരിക്കുക, അവിടെ എല്ലാം പൂന്തോട്ടമുണ്ട് എന്നൊക്കെ അവനെ പറയാനിടയായി. ദൈവം പ്രാർത്ഥന കേട്ട് ഭയങ്കര ഒരു വിടുതല് ആ റൂമില് ദൈവം ഇറങ്ങി അവന്റെ ആത്മാവിനെ മടക്കി കൊടുത്തു എന്നുള്ളതിന് യാതൊരു തർക്കമില്ല. അതിന്റെ പിന്നിൽ അതിശക്തമായ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു. ഡോക്ടേഴ്സ് പോലും ആശ്ചര്യപ്പെട്ടു പോയി. അവര് വന്നിട്ട് പറഞ്ഞു, ഇപ്പോഴും അവരുടെ ആ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് കാണുമ്പോൾ എല്ലാവർക്കും പേടിയാ. അവന്റെ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അവന്റെ കുടലിൽ മൊത്തം പഴുപ്പായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കും അറിയത്തില്ല. എങ്ങനെയാണ് ഈ പഴുപ്പ് വരാൻ കാരണം? അവർ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞ കുടല് കിഴുത്ത വീഴും. പക്ഷെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതെങ്ങനെയാ സംഭവിച്ചെന്ന് അറിയത്തില്ല. കുടലിലെല്ലാം പഴുപ്പായിരുന്നു, വയറിനകത്തെല്ലാം പഴുത്തു പോയത്. അതായിരുന്നു അവന് ഈ വേദന ഉണ്ടായത്. ദൈവം ഭയങ്കരമായൊരു വിടുതല് അവിടെ നൽകുവാനിടയായി. അത് ഞങ്ങളെ ഭയങ്കരമായിട്ടങ്ങ് ധൈര്യപ്പെടുത്തി. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന യേശു ഇന്നും ജീവിക്കുന്നു, ഇന്നും പ്രവർത്തിക്കുന്നു. കണ്ണുനീര് കണ്ടിട്ട് മറിനടന്ന് പോകത്തില്ല എന്നുള്ള ഒരു ആത്മധൈര്യം നമുക്ക് ഉണ്ടായി. അവിടെ ഇന്നും ബാക്കിയിലെ വിശ്വാസികളോട് ചോദിച്ചാൽ അറിയാം, അവരെല്ലാമാണ് അതിനുവേണ്ടി ബ്ലഡ് കൊടുക്കാനും, അദ്ദേഹത്തിന്റെ സഹോദരൻ ബേവിച്ചൻ, അവരെല്ലാം ആണെന്ന് ബ്ലഡ് കൊടുക്കുന്നതിനും കാര്യങ്ങൾക്കെല്ലാം അവരായിരുന്നു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സാമ്പത്തികം ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ഒത്തിരി ഭാരമായി. ഞാനവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പം ഏകദേശം 600-700 രൂപയ്ക്ക് അടുത്തങ്ങണ്ടേ ഉള്ളായിരുന്നു എൻ്റെ. അന്നത്തെ കാലത്ത് ഒരു 20 വർഷം കഴിഞ്ഞപ്പോൾ അന്ന് 600 രൂപ എന്ന് പറയുന്ന ഒരു ഇന്നത്തേക്കായി കുറച്ചുകൂടെ വിലയുണ്ടെന്ന്. എങ്കിലും അന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണം. പറയട്ടെ, ഒരു ദിവസം ഇവനെ വാർഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ വലിയ വഴികള് ദൈവം കൈവിടത്തില്ലെന്നുള്ളതിന്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. സാക്ഷ്യം പറയുമ്പോൾ എല്ലാം പറയണത് ദൈവപ്രവൃത്തിയാണല്ലോ നമുക്ക് പ്രധാനം. പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറയാം. ഒരു ദിവസം 2 പേര്, കണ്ടിട്ടില്ലാത്ത 2 പേര് ആ റൂമിലേക്ക് കയറി വന്നു. ഒരു ഗുജറാത്തി, ഒരു തമിഴുമാണ്. അവര് വന്നിട്ട് ടൈറ്റസ് കാ പപ്പ കോണേന്ന് ചോദിച്ചു. ഞങ്ങൾ സഹോദരന്മാരെല്ലാരും ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മേ ഹൂന്ന് പറഞ്ഞു. ആപ് തോടാ ബാറ ആ ജായിയെ, ആപ്സെ തോടാ ബാത് കർനാ ഹൈ. ഞാന് അങ്ങനെ പുറത്തേക്ക് ചെന്നു. പുറത്ത് ചെന്നപ്പോ ഇവര് രണ്ടും കൂടെ പറഞ്ഞു, ഞങ്ങളെ ഒരാൾ അയച്ചതാണ്. ഞാൻ ചോദിച്ചു ആരാഴ്ച? പേര് പറയരുന്ന് പറഞ്ഞിട്ടുണ്ട്, മലയാളിയാണ്. നിങ്ങളുടെ മകന്റെ പേരിൽ ഒരു 10,000 രൂപ അവിടെ ഹോസ്പിറ്റലിലെ ആവശ്യത്തിന് വേണ്ടി തരാൻ വേണ്ടി ഞങ്ങളെ അയച്ചതാണ്. ഞാൻ അതിശയിച്ചു പോയി.
ഞാൻ ചോദിച്ചു, എവിടുന്നാ നിങ്ങൾ വന്നേ, ആരാ വന്ന, ആളിന്റെ പേര് പറ. അവര് പറഞ്ഞു, ഇല്ല പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, പേര് പറയരുതെന്ന് പറഞ്ഞു. നല്ല സ്റ്റാൻഡേർഡ് ഉള്ള, നല്ല ചെറുപ്പക്കാര്, നല്ല വിദ്യാഭ്യാസമുള്ള രണ്ടുപേര്. അവര് കൊണ്ടുവന്ന് 10,000 രൂപ അവിടെ തന്നിട്ട് പോകാനിടയായി. അപ്പൊ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന, ഒരുക്കുന്ന, കൈവിട്ടുകളെ ആടെ മുമ്പിൽ തലകുനിക്കുവാനോ കൈനീട്ടുവാനോ ഇടയാകാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയവനായ ദൈവം ഇന്നും ജീവിക്കുന്നു. അങ്ങനെ ഒരു വലിയ അത്ഭുതം, വലിയ പ്രവൃത്തി, ദൈവപ്രവൃത്തികൾ കാണുവാനൊക്കെ ദൈവം സഹായിച്ചു. അതിനേക്കാൾ ഉപരിയായി ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു. എൻ്റെ കുടുംബത്തിൽ എല്ലാവരും, അതിനോടുള്ള ബന്ധത്തിൽ എല്ലാവരും ഞങ്ങളെ മറ്റൊരു നിലയിലാണ് ഇപ്പോഴും കാണുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം 5 വർഷം കഴിഞ്ഞാണ് നാട്ടിൽ പോകുന്നത്. നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഒരു ചണ്ണപ്പട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചർച്ചില് പോകുന്നത് രഹസ്യമായിട്ട് പോയി. എന്നിട്ട് ആൾക്കാരെ അറിഞ്ഞു. അവര് പള്ളിക്കാരെ എല്ലാം അറിയിച്ചിട്ട് പള്ളിക്കാരെല്ലാരും കൂടെ എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് അവര് വന്നത്. അവര് എൻ്റെ വീട്ടുകാരെയൊക്കെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നൊക്കെ ഭീഷണിപ്പെടുത്തി. അത് കഴിഞ്ഞ് അമ്മാച്ചന്മാര് ഒരാള് എന്നെ വെട്ടി ഞുറുക്കി പട്ടിക്ക് ഇട്ട് കൊടുക്കും എന്ന് അദ്ദേഹം പറയാനിടയായി. പക്ഷെ ഞാൻ ഈ 2 വർഷം മുമ്പ് നാട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെയും വീട്ടിൽ പോയി. അദ്ദേഹത്തെ കാണുവാനിടയായി. ഒരക്ഷരം പോലും അവരാരും മിണ്ടിയില്ല. നമുക്ക് അങ്ങനെയുള്ള ഭീഷണിയൊക്കെ ആദ്യകാലങ്ങളിൽ മുഴക്കെങ്കിലും ഇപ്പോൾ അവർക്ക് മനസ്സിലായി കാണാം ഒരുപക്ഷെ നമ്മൾ മറ്റ് സ്വഭാവങ്ങളെല്ലാം വിട്ടു. എന്നാൽ എൻ്റെ അമ്മയ്ക്കും പെങ്ങന്മാർക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടെങ്കിലും ഞാൻ ആ ചെറുപ്പത്തിലെ ആ മദ്യപാനവും ആ വല്ലാത്ത ആ സ്വഭാവത്തിലുള്ള ജീവിതവും ഒക്കെ മാറിയതുകൊണ്ട് അവർക്കും ഇപ്പോൾ നമ്മളോട് സ്നേഹമുണ്ട്, കരുതലുണ്ട്. ഇപ്പൊ നാട്ടിൽ ചെല്ലുമ്പോൾ പോകാറുണ്ട്, അവർ വീട്ടിൽ വരാറുണ്ട്. പ്രതികൂലമൊക്കെ ആദ്യം ഉണ്ടായിരുന്നെങ്കിലും ഇതെല്ലാം മാറി. ഇപ്പോൾ അവരും നമ്മളോട് എന്താ പറയുന്നത്, ശരിക്കല്ലെങ്കിൽ പോലും സഹകരിക്കുന്നുണ്ട് എന്ന് ഉള്ള കാര്യത്തിലും. ഇപ്പം ചിലപ്പോഴൊക്കെ അവര് പ്രാർത്ഥനയ്ക്ക് രോഗമൊക്കെ വരുമ്പം പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയാറുണ്ട്. അത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മളെ ദൈവം മാനിക്കുന്നുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അവരെയൊക്കെ രക്ഷിക്കുമെന്നാണ് വിശ്വാസം. അത് കഴിഞ്ഞ് സെൽവാസയിൽ നിന്ന്, അന്ന് മാനേതാനിലായിരുന്നു ഞാൻ നിന്ന്, അത് കഴിഞ്ഞ് ഞാൻ AG പ്രസ്ഥാനത്തോട് ചേർന്ന് ഇപ്പൊ 18-19 വർഷത്തോളം ആവുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ AG പ്രസ്ഥാനത്തോട് ചേർന്നതിന് ശേഷം ആദ്യമായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് നാഗോത്താണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊങ്കൺ റൂട്ടില് റൈഗഡ് ജില്ലയിൽ നാഗോത്താണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ 10 വർഷം ഉണ്ടായിരുന്നു. അന്ന് ദാനിയേൽ ജോൺ പാസ്റ്റർ നുറാനിൽ ശുശ്രൂഷിക്കുന്ന സമയമാണ്. അന്ന് ഒന്നിച്ച് 10 വർഷക്കാലം അവിടെ ഒരു സെഷനിലായിരിക്കാനൊക്കെ ദൈവം സഹായിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന്, അന്നുവരെയും ഞങ്ങൾ ഈ ഗ്രാമങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. സിൽവാസയിലും ഞങ്ങൾ അന്ന് ചെല്ലുമ്പോൾ അവിടെ ഒരു ഗ്രാമം പോലെ, അന്ന് ഡെവലപ്പൊന്നുമില്ല, ഒരു കാര്യങ്ങളും ഇല്ല അവിടെ വലുതായിട്ട്. നടന്നു പോകാൻ തന്നെ 7 മണി കഴിഞ്ഞാൽ പേടിയായിരുന്നു. ആ സാമ്രവാടിയിലേക്ക് നടന്നു പോകാൻ പേടിയായിരുന്നു. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമായിരുന്നു. പിടിച്ചുപറിയൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പൊ അവിടെ സിൽവാസ എന്ന് പറയുമ്പോൾ ഭയങ്കര പട്ടണമായി. അത് കഴിഞ്ഞ് അതുവരെ ഞങ്ങൾ ഗ്രാമം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ആയിരുന്നു. നാവത്താണിൽ നിന്ന് വസായിലേക്ക് ദൈവത്തിന്റെ കൃപയാലെ ഒരു മലയാളി സഭയിലേക്ക്, പൂർണ്ണമായും മലയാളികൾ മാത്രമുള്ള ഒരു സഭയിലേക്ക്, വസായിലേക്ക് വരുവാനിടയായി. വസായില് അനുഗ്രഹിക്കപ്പെട്ട 3 വർഷക്കാലം അവിടെ ഉള്ള ദൈവജനവുമായിട്ട് പ്രവർത്തിപ്പാനിടയായി, ശുശ്രൂഷിച്ചു. അതിന് കഴിഞ്ഞതിന് ശേഷം നാസിക്കിലേക്ക് പോയി. അവിടെയും 3 വർഷം അവിടെയുള്ള ദൈവജനത്തോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയിലായിരിക്കാനൊക്കെ ഇടയായി.
അതിനുശേഷമാണ് ഞങ്ങളിപ്പോൾ ഈ താരാപ്പൂർ ബോയ്സറിലേക്ക് വരുവാനായിട്ട് ഇടയായത്. ഇവിടെ വന്നപ്പോൾ രണ്ടാം വർഷമാണ്. അടുത്ത ഏപ്രിലാകുമ്പോൾ 2 വർഷം പൂർത്തിയാവുകയാണ്. വിളിച്ച ദൈവം ഇതുവരെയും കൈവിടാതെ, ഉപേക്ഷിക്കാതെ, ധൈര്യത്തോടെ, പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും, ദൈവം സർവശക്തനാണ്. ദൈവം കൈ പിടിച്ചിട്ടുണ്ട്. ദൈവം കൈവിട്ടിട്ടില്ല. ദൈവം എന്നും നമ്മളോടൊപ്പം കൂടെ ഉണ്ട് എന്നുള്ള പൂർണ്ണമായ വിശ്വാസമുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആരെയും ഈ ദൈവം ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നാം എടുക്കുന്ന തീരുമാനത്തിന്റെയും നമ്മുടെ സമർപ്പണത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മളോട് കൂടെ നിന്ന് ഏത് പ്രതിസന്ധിയിലും നമ്മളെ കരുതുന്ന, നമ്മളെ മറന്നു കളയാതെ നമ്മളെ ഓർക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ മൂത്ത മകളുടെ പെട്ടെന്ന് ഒരു ആലോചന വന്നു. മൂത്ത മകളുടെ വിവാഹം നടക്കുവാൻ ഇടയായിത്തീർന്നു. ഈ വന്ന് 6 മാസം കൊണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ മകളുടെ വിവാഹത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കപ്പെട്ടു. ഇവിടെയുള്ള ദൈവനം വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളും അവർ തന്നെ ആണ്. ഇവിടെ വിവാഹത്തോടുള്ള ബന്ധത്തില് ഇവിടെയുള്ള ദൈവമക്കളാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന്. നാട്ടിലും അവർ വന്ന് കല്യാണത്തിൽ സംബന്ധിച്ചു. ഇവിടെ ഉറപ്പും നാട്ടിൽ വെച്ച് കല്യാണമായിരുന്നു. അവര് സന്തോഷമായിട്ട് കഴിയുന്നു. മൂത്ത മോനെ ബൈബിൾ കോളേജിൽ പഠിക്കുന്നു. അവനെ ഈ വർഷം അവന്റെ ഗ്രാജുവേഷൻ അടുത്ത മാസം 17-ാം തീയതി നടക്കുകയാണ്. അവനും ഒരു വിവാഹം ആവശ്യമുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ അവനും ദൈവവേല ചെയ്യാൻ, അന്നേ ഞങ്ങള് അസുഖം വരുന്നതിന് മുമ്പ് തന്നെ അവനെ ഞങ്ങള് ദൈവത്തിനായിട്ട് സമർപ്പിച്ചതാണ്, ദൈവവേലയ്ക്ക് മാത്രം. കാരണം അത്രയ്ക്ക് ഒരു ആത്മഭാരം ഉണ്ടായിരുന്നു എനിക്ക്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും ദൈവത്തിന്റെ വേല ചെയ്യട്ടെ. ഞങ്ങളുടെ ഇളയമോളാണെങ്കിലും അവളും ഇപ്പോൾ എന്നെ സഹായിക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും പാട്ട് പാടുന്നതും ഒക്കെ അവളാണ്. അവൾക്കും ഭയങ്കര സുവിശേഷാത്മാവുള്ള ഒരു മകളാണ്. അവളെയും ദൈവം ഉപയോഗിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. നല്ല അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഇല്ലായ്മയിൽ നിന്ന് ദൈവം ഇതുവരെ ഉയർത്തി. ഈ ബൈബിൾ വചനം പറയുന്നത് പോലെ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്നു എന്നുള്ള വചനം നിവർത്തിച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാനൊരു ദരിദ്രൻ കുപ്പയിൽ കിടന്ന എന്നെ ശ്രേഷ്ഠന്മാരായ ദൈവത്തിന്റെ ദാസന്മാരോടൊപ്പം ഇരുത്തി എന്നുള്ളത് ഒരു ഭയങ്കര അനുഗ്രഹമായി കാണുന്നു. ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമാണത്. ദരിദ്രനെ കുപ്പയിൽ നിന്ന് തന്നെ ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തി. ആ വചനം എൻ്റെ ജീവിതത്തില് വളരെ സത്യമാണ്. കുപ്പയിൽ കിടക്കുന്നത് പോലായിരുന്നു. യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെയാണ് ജീവിച്ചത്. നിരാശനും ദുഃഖിതനും. പറഞ്ഞല്ലോ, ഞാൻ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് നാട് വിട്ട് സൂററ്റിൽ വന്നത്. അവിടെ വന്നു കഴിഞ്ഞും വല്ലാത്തൊരു അനുഭവമായിരുന്നു, വല്ലാത്ത ജീവിതമായിരുന്നു. എല്ലാ പാവങ്ങളും എല്ലാ തെറ്റുകളിലേക്കും പോയിട്ടുണ്ട്. എല്ലാ തെറ്റും ചെയ്തിട്ടുണ്ട്. പറയാൻ പറ്റാത്ത തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റെല്ലാം ചെയ്ത് അങ്ങനെ ജീവിക്കുമ്പോഴാണ് ദൈവം എന്നെയും തേടി വന്നു. ക്രിസ്തുവിന്റെ സ്നേഹം തേടി വന്നു. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആരെയും അവൻ വഴിയിൽ വിട്ടിട്ട് കടന്നു പോകത്തില്ല. ഈ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം, ഉറയ്ക്കാം. ഈ ലോകത്തിൽ നമുക്ക് നമ്മുടെ ജീവിതാവസാനം വരെയും, യേശു പറഞ്ഞല്ലോ, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവിന്റെ ആ വാഗ്ദത്തം പൂർണ്ണമായും നിവർത്തിക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ അനുഭവത്തിൽ അത് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേൾക്കുന്ന, ഈ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയുവാനുള്ളത്, പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ ആരും പതറിപ്പോകാതെ യേശുവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കുക.
ദൈവം നമ്മളെ രക്ഷിപ്പിക്കത്തില്ല. ദൈവം നമ്മളെ മാനിക്കും. നമുക്ക് ഉറച്ച് തീരുമാനത്തോടെ ആ ദൈവത്തെ പിന്തുടരാം. കർത്താവ് നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. എനിക്കിങ്ങനെ ഈ അവസരം ഒരുക്കി തന്ന ദൈവദാസനും കുടുംബത്തിനും അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹ വന്ദനവും നന്ദിയും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താദാസൻ ഷാജി അവറുകൾ ഇത്രത്തോളം സമയം അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ദൈവം നടത്തിയതായ അത്ഭുതമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണിടയായി തീർന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, കേവലം 4ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തി യേശുവിനെ ഇന്ന് കണ്ടുമുട്ടിയില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇന്ന് ആ ഒരു പശ്ചാത്തലം അല്ലെ ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവുമോ എന്ന് പോലും എനിക്ക് സംശയം തോന്നുന്നു. കാരണം അദ്ദേഹം പോയ ആ വഴികൾ തികച്ചും ഒരു അപകടം നിറഞ്ഞ വലിയ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു ബ്രേക്ക് പോയ ഒരു വാഹനം പോകുന്നത് പോലെ. കാരണം വിദ്യാഭ്യാസമില്ല, മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപഭോഗം, മറ്റ് അരുതാത്ത കൂട്ടുകെട്ടുകൾ, പാപവഴികൾ, അങ്ങനെ ജീവിക്കുന്ന വ്യക്തി അധികം നാൾ ജീവിക്കാനുള്ള സാധ്യതയില്ല. തീർച്ചയായിട്ടും ഏതെങ്കിലും വിധത്തിലുള്ളതായ അപകടത്തിൽപ്പെടുവാൻ സാധ്യതയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ രോഗിയോ മറ്റേതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ നടുവിൽ തനിക്ക് ലഭിച്ചതായ എന്നെ ആർ മോചിപ്പിക്കൂ എന്നുള്ളതായ ആ സുവിശേഷ പ്രതി, ആ ഒരു ട്രാക്റ്റ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഹൃദയത്തിൽ അത് കോറിയിടുവാനും അതവിടെ പ്രവർത്തിക്കുവാനും തുടങ്ങി. തനിക്ക് ലഭ്യമല്ലാതെ ഇരുന്നതായ സഹോദരങ്ങളിൽ നിന്നും, സമൂഹത്തിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, സ്നേഹിതരിൽ നിന്നും ലഭിക്കാതെ ഇരുന്നതായ ദൈവസ്നേഹത്തെക്കുറിച്ച്, ജീവനുള്ള ഒരു സത്യദൈവം ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് അതിലൂടെ ലഭിക്കുന്നു. തൻ്റെ തെറ്റുകളെക്കുറിച്ച് അനുദപിക്കുവാൻ, താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തെക്കുറിച്ച് കുറ്റബോധമുണ്ടാകുവാൻ, അതിൽ നിന്നൊരു തിരുത്തല് ആഗ്രഹിക്കുവാൻ. മദ്യപാനം ശരിയല്ല, ലഹരി വസ്തുക്കളുടെ ഉപഭോഗം ശരിയല്ല, എൻ്റെ ജീവിതം ശരിയല്ല എന്ന് ആ ഒരു ചെറിയ ഒരു ലേഖനം വായിച്ച് മനസ്സിലാക്കിയപ്പോൾ എടുത്ത തീരുമാനമാണ് ഇന്ന് ഈ നിലയിൽ ആയിത്തീരുവാൻ തക്കവണ്ണിടയായി തീർന്നു. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ആ ഒരു പത്രിക ആയിരിക്കാം, പക്ഷെങ്കിൽ ആ പത്രിക കൊണ്ടുകൊടുത്ത വ്യക്തിയിൽ ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നതിനുള്ളതായ ഒരു ചാനലായിട്ട് ദൈവം ഉപയോഗിക്കുകയായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, ദൈവം ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ, സ്നേഹിക്കുന്നുവെങ്കിൽ, ദൈവം തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത് ഏത് മതമായിരുന്നാലും, ഏത് തലത്തിലുള്ള ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നാലും, ആ വ്യക്തിയെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ചില വഴികൾ, ചില സാഹചര്യങ്ങൾ ഉപയോഗിക്കുവാൻ തക്കവണ്ണിടയായിത്തീരും. ഒരു പക്ഷെങ്കിൽ ഒരു പത്രത്തിലൂടെയോ, ഒരു ട്രാക്റ്റിലൂടെയോ, ഒരു വ്യക്തിയിലൂടെയോ, ഏതെങ്കിലും ചില സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം ഇന്ന് കർത്താവിൻ്റെ ദാസൻ നമ്മോട് തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണിടയായി തീർന്നു. ഇന്ന് അദ്ദേഹം ആയിരിക്കുന്നത് സാക്ഷാൽ ഒരു ദൈവ പൈതലായിട്ടാണ്. തൻ്റെ ഒരു കഴിഞ്ഞകാല ചരിത്രമുണ്ട്. അത് തികച്ചും അപകടം നിറഞ്ഞതും വലിയ ദോഷം നിറഞ്ഞതുമായ ഒരു ജീവിതമായിരുന്നു. ആ നിലയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിനും സർക്കാരിനും ഒരുപോലെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ജീവിക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തി, അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി, ഇന്ന് സമൂഹത്തിന് പ്രയോജനമുള്ളവനാക്കി, സർക്കാരിന് ആമേന് ദോഷമില്ലാത്തവനാക്കി, നല്ല നിലയിൽ ആയിരിക്കുന്ന അനേകരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു.
ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാവേ, ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ഞാൻ വ്യത്യസ്ത മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ ആകാമോ? അല്ലെങ്കിൽ എനിക്ക് വേണ്ടതുപോലെ വിദ്യാഭ്യാസമില്ല, ഞങ്ങൾക്കിത് കഴിയുമോ? മതമോ വിദ്യാഭ്യാസമോ നിങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ആരായിക്കൊള്ളട്ടെ, നിങ്ങൾ കേൾക്കുന്ന ഈ ശബ്ദം അതിനെ സ്വീകരിക്കുവാൻ, അംഗീകരിക്കുവാൻ, വിശ്വസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ മദ്യത്തിന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി വസ്തുക്കൾക്ക് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾ ചെയ്യുന്ന പാപത്തിലൂടെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അനേകർക്ക്, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ വ്യക്തിക്ക്, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വലിയ ദോഷമേ അതുകൊണ്ടുണ്ടാവുകയും. അതുകൊണ്ട് മാന്യ ശ്രോതാവേ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വാത്സല്യ ദൈവദാസൻ തൻ്റെ ജീവിതത്തിൽ എടുത്തതുപോലെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുവാൻ തയ്യാറാവും. മദ്യം ഉപേക്ഷിക്കൂ, മയക്കുമരുന്ന് ഉപേക്ഷിക്കൂ, ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കൂ, നിങ്ങൾ ചെയ്യുന്ന പാപ വഴികൾ നിങ്ങൾ ഉപേക്ഷിക്കൂ. നിങ്ങൾ ഒരുപക്ഷെ ആത്മഹത്യയുടെ വക്കിലായിരിക്കാം. ആത്മഹത്യ ഒന്നിനും ഒരിക്കലും പരിഹാരമല്ല. അതെല്ലാം മാറ്റിവെക്കൂ. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ രക്ഷിപ്പാൻ കഴിവുള്ള ആ കർത്താവായ യേശുവിനെ നിങ്ങൾ വിശ്വസിക്കൂ. യേശു നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണെന്ന് നിങ്ങൾ അംഗീകരിക്കൂ. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് അസാധ്യമായിട്ടൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് സുവിശേഷത്തിൻ്റെ ഭാഗങ്ങൾ ട്രാക്റ്റുകളിലൂടെ, ഓൺലൈൻ മീഡിയയിലൂടെ, വിശുദ്ധ തിരുവെഴുത്തുകളിലൂടെ നിങ്ങൾക്ക് കേൾക്കുവാനും കാണുവാനും വായിക്കുവാനും പഠിക്കുവാനും അവസരങ്ങളുണ്ട്. നിങ്ങളത് പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ സമീപമുള്ളതായ ആത്മീയ കുടിവരവുകൾ നിങ്ങൾ സംബന്ധിക്കൂ. അവിടെയുള്ള ദൈവദാസന്മാരുമായി നിങ്ങൾ സമയം ചെലവഴിക്കൂ. നിങ്ങളുടെ ചുറ്റുപാടുള്ള ദൈവമക്കളെ നിങ്ങളൊന്ന് പോയി കാണൂ. നിങ്ങൾ അവരോട് വിഷയങ്ങൾ പറയൂ. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ്റെ കൊണ്ടുകൂടിയായിത്തീരും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു നിങ്ങളെ സ്നേഹിക്കുന്ന സഹോദര. ഒരുപക്ഷെ നിങ്ങൾ ശാരീരികമായി സൗഖ്യമില്ലാതെ രോഗക്കിടക്കയിലോ മറ്റേതെങ്കിലും ഭാരത്തിലോ പ്രയാസത്തിലോ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവിന് നിങ്ങളെ രക്ഷിപ്പാൻ തക്കവണ്ണം കഴിയും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ, പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഷാജി അവറുകൾ അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം ആമേനെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കും. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ നല്ല സമയത്തിനായി തിരുനാമത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷയങ്ങളുമായി എല്ലായ്പ്പോഴും അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാനും അവിടുത്തോട് ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങള് ആവശ്യങ്ങൾ അറിയിച്ച് പ്രാർത്ഥിപ്പാനും തന്നിരിക്കുന്ന അവസരത്തിനായി നന്ദി. ഈ അരോമ ടിവിയിൽ കൂടി കർത്താവേ, പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന, ഈ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരൊക്കെ ഏതെല്ലാം മാനസികാവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ സകല ഹൃദയങ്ങളെയും അറിയുന്ന സർവശക്തനായ ദൈവം അവിടെ ഹൃദയങ്ങളുടെ എല്ലാ ഭാരങ്ങളും, എല്ലാ പ്രയാസങ്ങളും, അവിടെ ബുദ്ധിമുട്ടുകൾ, അവരനുഭവിക്കുന്ന വേദനകളെല്ലാം ദൈവം മാറ്റിക്കൊടുക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവം അവരുടെ സകല ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലും ഇറങ്ങി അവരെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ശാരീരികവും മാനസികവും ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിലെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നവരാകണമേ. ആരും നിരാശപ്പെട്ടു പോകാനിടയാകാതെ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് അവരുടെ സകല വിഷയങ്ങൾക്കും അങ്ങയിൽ നിന്ന് പരിഹാരം കണ്ടെത്തുവാൻ ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അദൃശ്യമായ കരം നീട്ടുമാറാകണമേ. സമാധാനവും സന്തോഷവും എല്ലാ ഹൃദയങ്ങളിലേക്കും പകരണമേ. പാപത്തിന്റെ ബന്ധനങ്ങളിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അതിൽ നിന്നൊക്കെയും അവരെ വിടുവിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അവർക്ക് വിടുതല് ദൈവം കൽപ്പിക്കുമാറാകണമേ. കർത്താവെ, തലമുറകളുടെ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, ജോലിയുള്ള വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, ബിസിനസ് പരമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് വളരെ നിരാശരായി ദുഃഖിതരായിരിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാ ജീവിതത്തില് ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി അതിശക്തമായി വെളിപ്പെടുവാൻ
അത്ഭുതങ്ങൾ നടക്കുവാൻ ഇടയാകണമേ. കർത്താവെ, ഈ ആരോമ TV ചാനലിൽ കൂടി അവര് കേൾക്കുന്ന ഓരോ പ്രാർത്ഥനയുടെ ശബ്ദവും അവരുടെ ഹൃദയങ്ങൾക്കും അവരുടെ ജീവിതത്തിന്റെ എല്ലാ പന്താവുകളിലും വലിയ വ്യത്യാസങ്ങൾ, വലിയ ചലനങ്ങൾ നടക്കുവാനിടയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദാസൻ ദാനിയേൽ ജോൺ ഭാഷയും കുടുംബത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മക്കൾ കൊടുത്തിരിക്കുന്ന ദർശനങ്ങൾക്കായി സ്തോത്രം. അവരിൽ കൂടി ചെയ്യുന്ന ഈ നല്ല പ്രവർത്തിക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഈ ചാനൽ മുഖാന്തരം ആയിരക്കണക്കിന് ജനങ്ങള് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനും ദൈവിക വിടുതലുകൾ അനുഭവിക്കുവാനും ഇടയാകണം. അതിനായി ഞങ്ങളുടെ ദാസനെയും കുടുംബത്തെ അവിടുന്ന് ഉപയോഗിക്കണമേ കർത്താവേ. അതിനാവശ്യമായ എല്ലാ നന്മകളാലും ഞങ്ങളുടെ മക്കളെയും നിറയ്ക്കുമാറാകണം. എല്ലാ നന്മയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ പ്രാർത്ഥനകളും അവിടുന്ന് കേട്ടതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു മിശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയമൂലം കേൾക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. താങ്ക് യു കർത്താൻദാസൻ പാസ്റ്റർ ഷാജി അവർ ഇത്രത്തോളം സമയം അരോമ TVയിലെ പ്രേക്ഷകരോടൊപ്പം വിലപ്പെട്ട സമയം ചെലവഴിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവച്ചതിന് കർത്താൻദാസിനുള്ളതായ നന്ദി, സ്നേഹം. വളരെ എനിക്കും ഇങ്ങനെ ഒരു അവസരം ഈ ചാനൽ മുഖാന്തരം ലഭിച്ചതിന്, ദേവദാസനോട് ക്ഷണിച്ചതിനും ഒത്തിരി നന്ദി. പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ. ആമേൻ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുള്ളതായ നന്ദി, സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ ഞങ്ങൾക്ക് വാട്സപ്പിന് സന്ദേശം അയക്കുക, ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാനിടയായി തീരുമല്ലോ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി കാണുമ്പോഴേയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com